ISLന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് താരങ്ങളും ആശങ്കകൾ അറിയിക്കുകയും മറ്റു പല താരങ്ങളും ISL ലീഗ് തന്നെ വിട്ട് മറ്റു പല ഫോറിൻ ലീഗുകളിലേക്ക് ചേക്കേറിക്കൊണ്ട്, അതായത് ഫോറിൻ താരങ്ങൾ, അതായത് ISL കളിച്ചുകൊണ്ടിരുന്ന പല താരങ്ങളും ISL ക്ലബ്ബുകൾ ഉപേക്ഷിച്ച് ഫോറിൻ ക്ലബ്ബുകളിലേക്ക് ചേക്കേറുന്ന സിറ്റുവേഷൻ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ഇസൂസ് ജിമിനസ് അങ്ങനെയാണ് പോളണ്ട് ടോപ്പ് ടയർ ക്ലബ്ബുകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരുപാട് താരങ്ങൾക്ക് തന്നെ വളരെ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സിറ്റുവേഷനാണിത്. ഒരുപാട് താരങ്ങൾക്ക് മാത്രമല്ല, വിദേശ താരങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യൻ താരങ്ങൾക്കും ഇതേ ഒരു പ്രശ്നം തന്നെയുണ്ട്. പല താരങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ ISLനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു വലിയ ഒരു ആൾക്കാർ തന്നെ, വലിയൊരു കൂട്ടം ആൾക്കാർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നോട്ട് ഇൻക്ലൂഡിങ് പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയാൽ പോലും സ്റ്റാഫ്സ് ആണെങ്കിലും മറ്റു തരത്തിലുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റുമാരാണെങ്കിലും അങ്ങനെ ഒരുപാട് തരത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ടോപ്പ് ടയർ ലീഗ് ISL നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് തന്നെ ജോലി നഷ്ടമാവുകയും അങ്ങനെ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് പല ആളുകളെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും അത് കൊണ്ടു ചെന്ന് എത്തിക്കുക. പലരുടെയും ഒരു ഏർണിംഗ് തന്നെ ഇല്ലാതാവുന്ന സിറ്റുവേഷൻ ആയിരിക്കും അതെന്ന് പറയുന്നത്. അങ്ങനെ നടക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ISLൻ്റെ കാര്യത്തിലുള്ള ആ ഒരു പ്രശ്നം മാറ്റുവാൻ വേണ്ടിയാണ് ഒരു ക്ലബ്ബുകളുടെ CEO ഒക്കെ വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന തീരുമാനപ്രകാരം 180 മത്സരങ്ങൾ 150 ദിവസം കൊണ്ട് നടത്തുമെന്നൊരു ഉറപ്പാണ് ആരാധകർക്ക് ലഭിച്ചത്. എങ്കിൽ പോലും ഇത്രയും വലിയൊരു ടൈറ്റ് ഷെഡ്യൂളിൽ മത്സരങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുമോ എന്നൊരു ആശങ്ക പലർക്കുമുണ്ട്. കാരണം ഇങ്ങനെ നടത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോം ആൻഡ് അവേ മത്സരങ്ങൾ നടക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ താരങ്ങൾക്ക് റിക്കവറി ടൈം കുറയുന്നു. പല ക്ലബ്ബുകൾക്കും ടിക്കറ്റ് സെയിലിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് ഇല്ലാതാവുന്നു. അങ്ങനെ ക്ലബ്ബുകൾ നഷ്ടത്തിലേക്ക് മാറുന്നു. അത് വീണ്ടും വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. അങ്ങനെ അത് ISLൻ്റെ തന്നെ ഒരു എക്കോ സിസ്റ്റം ഇല്ലാതാക്കുന്ന ഒരു ലെവലിലേക്ക് പോകുന്നു. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം വ്യക്തതയേറിയ പ്ലാനോട് കൂടി തന്നെ വേണം ഈ ഒരു 2025-26 ISL സീസൺ നടത്തുവാൻ വേണ്ടി. പോരാതെ തന്നെ ഈ ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ഇന്ന് ഒരു മീറ്റിംഗ് കൂടി ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും CEOമാർ, അതായത് എല്ലാ ക്ലബ്ബുകളുടെയും CEOമാരുമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഓഫ്ലൈൻ മീറ്റിംഗ് നടക്കുമെന്നൊരു കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു മീറ്റിങ്ങിൻ്റെ വ്യക്തത പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു മീറ്റിങ്ങിൽ എന്തായിരിക്കും ക്ലബ്ബുകൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ക്ലബ്ബുകൾ മുൻപോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്താവും, അല്ലെങ്കിൽ ഈ ISLൻ്റെ പുതിയൊരു ഫോർമാറ്റ്, അല്ലെങ്കിൽ അതായത് ജനുവരി 1 തീയതി ആരംഭിച്ച് അതായത് ഒരു മെയ് 31 അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ഫോർമാറ്റാണ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫോർമാറ്റ് ക്ലബ്ബുകൾക്ക് ആവശ്യമുണ്ടോ, അതായത് ക്ലബ്ബുകൾ അംഗീകരിക്കുമോ അതോ ഇതിനെ എതിർക്കുമോ? ഇങ്ങനെ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സംശയങ്ങളാണ് നിലവിൽ ആരാധകർക്കുള്ളത്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ISL നടക്കണം എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് എല്ലാ ക്ലബ്ബുകളും നിൽക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാ ക്ലബ്ബുകളും പരിശ്രമിക്കുന്നത്. സോ അതിനാൽ തന്നെ അവർക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ തന്നെ അംഗീകരിക്കേണ്ടതായിട്ടും വരുന്നൊരു സിറ്റുവേഷനിലേക്ക് അത് നീങ്ങുന്നതായിരിക്കും. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി, അതായത് ഇന്ത്യൻ വേൾഡ് കപ്പ് യോഗ്യത പോലും നേടാത്ത ഒരു രാജ്യമാണ്. സോ ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ ടോപ്പ് ടയർ ലീഗ് തന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അതായത് വലിയൊരു സാമ്പത്തിക നഷ്ടം നിലവിൽ FSDLന് വന്നിട്ടുണ്ട്. ഏതാണ്ട് 500,000 CR നഷ്ടം വെറും 12 സീസൺ കൊണ്ട്, അതായത് 15 വർഷത്തെ കോൺട്രാക്റ്റിൽ 11 സീസണുകൾ നടത്തിയ FSDLന് ഒരു വലിയ നഷ്ടം തന്നെ വന്നിട്ടുണ്ട്. അതായത് 5,000 കോടിയോളം രൂപയുടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. സോ അതിനാൽ തന്നെ പുതിയൊരു കൊമേഴ്ഷ്യൽ പാർട്ണർ കടന്നു വരുമ്പോൾ അവരെന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരു നഷ്ടത്തിലുള്ള ഒരു കാര്യം ഏറ്റെടുക്കുവാനൊരു താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. സോ അതിനാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ടാക്ടിക്സ് ഉറപ്പായും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും വരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ.